സോ നമ്മളിത് നോക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടുകളെയും ബ്രാഞ്ചഡ് കോമ്പൗണ്ടുകളെയും എങ്ങനെ നമുക്ക് പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ ഡെയിലി ലൈഫിൽ ഒരുപാട് സാധനങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടാണ്. ആയിരക്കണക്കിന് മില്യൺ കണക്കിന് പ്രൊഡക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് രീതിയിലുള്ള ചെയിനുകൾ പോസിബിൾ ആണ് കാർബണെ കൊണ്ട്. കാർബൺ നമുക്കറിയാം, കാറ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു കാർബണ് വേറെ കാർബൺ ഇങ്ങനെ ബോണ്ട് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ബോണ്ട് ചെയ്ത് മില്യൺസ് ഓഫ് കാർബൺസ് തമ്മിൽ ബോണ്ട് ചെയ്ത് പല പല കോമ്പൗണ്ടുകൾ ഉണ്ടാകാൻ പറ്റും. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് ആകൃതി, ഡിഫറെൻറ്റ് ഷേപ്പ്, ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ, അങ്ങനെ മില്യൺസ് ഓഫ് കോമ്പൗണ്ട് ഉണ്ട്. അങ്ങനെ മില്യൺസ് ഓഫ് കോമ്പൗണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ കോമ്പൗണ്ടിനെയും സ്പെസിഫിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ കോമ്പൗണ്ടിനും അതിൻ്റേതായ പ്രസക്തി നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ചില കോമ്പൗണ്ടുകൾ നമ്മൾ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന കോമ്പൗണ്ടുകളുടെ ഒരു ചെറിയൊരു വ്യത്യാസം, ആ ചെയിനകത്ത് ചെറിയൊരു വ്യത്യാസം, ഒരു കാർബണെ തിരിച്ചു വെച്ചാലോ മറച്ചു വെച്ചാലോ ഒക്കെ ചിലപ്പോൾ അത് വിഷമായിട്ട് മാറാം. ഓക്കെ, സോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ആർക്കുണ്ട്? നമ്മുടെ കോമ്പൗണ്ടുകൾക്കുണ്ട്. സോ ഓരോ കോമ്പൗണ്ടിനെയും, ഓരോ ഓറിയൻറ്റേഷനിലുള്ള കോമ്പൗണ്ടിനെയും, ഓരോ രീതിയിലുള്ള കോമ്പൗണ്ടിനെയും പ്രത്യേകം പേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടുകളെ പറ്റിയും ബ്രാഞ്ചഡ് കോമ്പൗണ്ടുകളെ പറ്റിയും. സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങ് പോലെയാണ്. ഇത് കണ്ടിട്ട് തെങ്ങ് പോലെ തോന്നുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, തെങ്ങ് പോലെയാണ്, ഒറ്റത്തടിയാണ്, നേരെ പോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ അങ്ങനെ ടോപ്പിൽ ചെല്ലും, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴിയൊന്നുമില്ല. ഓക്കെ, ബ്രാഞ്ചഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നേരെ ഒറ്റപ്പോക്ക് പോലുള്ളൊരു ഹൈവേ ഉണ്ടാവും. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ടാവും. ആ സ്ട്രെയിറ്റ് ചെയിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ചിലപ്പോൾ വേറൊരു റൂട്ട് കൂടെ, സൈഡ് റൂട്ട് കൂടെ, സർവീസ് റോഡൂടെ കാണാൻ പറ്റും നമുക്ക്. സർവീസ് റോഡോ സൈഡ് റൂട്ടോ ഒരു ബ്രാഞ്ച് കാണാൻ പറ്റും. സോ സ്ട്രെയിറ്റ്, നമ്മൾ ഇത്രയും നേരം പഠിച്ച സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടുള്ള, നമ്മൾ ഇത്രയും നേരം പഠിച്ച കോമ്പൗണ്ട് നോക്കി, ഒറ്റ ഇവിടെ തുടങ്ങിയാൽ അവസാനം വന്ന് തീരും, ഇത് ഇവിടെ തുടങ്ങിയാൽ അവസാനം വന്ന് തീരും. കണ്ടോ, ഒറ്റ സ്ട്രെയിറ്റ് ചെയിൻ. എടാ, ഇത് വളച്ചൊക്കെ എഴുതാൻ കേട്ടോ, ഈ കോമ്പൗണ്ടുകളെ നമുക്ക് വളച്ചും തിരിച്ചൊക്കെ എഴുതാം, എന്നാലും സ്ട്രെയിറ്റ് കോമ്പൗണ്ടുകളെ നോക്ക്. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ രണ്ട് വഴി ഉണ്ടാവാൻ പാടില്ല, ഒറ്റ വഴി തന്നെ മേളിൽ ചെല്ലണം. ഞാനിവിടെ വളച്ചോ തിരിച്ചോ ഇവിടെ ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാം. എവിടെയോ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അതാണ്ട്. ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആണോ? ഈ ഇരിക്കുന്ന കോമ്പൗണ്ട് സ്ട്രെയിറ്റ് ചെയിൻ ആണോ? നോക്ക്, ഞാൻ ഇവിടുന്ന് തുടങ്ങുവാണേ. അതായത് ഞാൻ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് എവിടെങ്കിലും ഒരു ബൈപ്പാസ് റൂട്ട്, വേറെ റൂട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ചെയിനാണ്. മനസ്സിലായോ? സ്ട്രെയിറ്റ് ചെയിൻ അല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരു ബ്രാഞ്ച് CH3 CH2 ഇങ്ങനൊരു ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഇവിടുന്ന് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും എനിക്ക് രണ്ട് റൂട്ട് പോവാം, ഒന്ന് ഇങ്ങോട്ട് പോവാം, ഒന്ന് ഇങ്ങോട്ട് പോവാം. ഇങ്ങനെ രണ്ട് റൂട്ട് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രാഞ്ച് ഉണ്ട്. അല്ലാണ്ട് നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തിട്ട് ഹൈവേ, നാഷണൽ ഹൈവേ, ഒറ്റ പോക്ക്. സോ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുക. സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് എന്ന് വിളിക്കുക. ഇനി ബ്രാഞ്ച് വരുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രാഞ്ചഡ് കോമ്പൗണ്ട് എന്ന് വിളിക്കുക. ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണെങ്കിലും സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണെങ്കിലും ഒരു കാര്യം കോമൺ ആണ്, അവിടെ ഒരു മെയിൻ ചെയിൻ ഉണ്ടാവും. പ്രധാനപ്പെട്ട ഒരു ഒറ്റത്തടി ഉണ്ടാവും. അതിനെ അപ്പുറത്തൂടെ ആയിരിക്കും ഒരു ബ്രാഞ്ച് ഒക്കെ വരിക. ഓക്കെ, സോ ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണെങ്കിലും സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണെങ്കിലും അവിടെ ഒരു മെയിൻ ചെയിൻ ഉണ്ടാവും. മെയിൻ ചെയിൻ, വാക്ക് മറക്കരുത്, മെയിൻ ചെയിൻ്റെ ആദ്യം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ബ്രാഞ്ചഡ് കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ ചെയിനെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, മെയിൻ ചെയിൻ കണ്ടുപിടിച്ചാലേ നമുക്ക് പ്രോപ്പറായിട്ട് പേരിടാൻ പറ്റത്തുള്ളൂ, നോമൻക്ലേച്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ, IUPAC നോമൻക്ലേച്ചർ. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം എങ്ങനെയാണ് നമുക്കൊരു മെയിൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ ബ്രാഞ്ചഡ് കോമ്പൗണ്ടിനെ പേര് കൊടുക്കാം. സോ ഞാൻ ഫസ്റ്റ് ഒരു കോമ്പൗണ്ട് എഴുതാൻ പോവാണ്. CH3 CH2 CH2 CH3 CH2. ഈസ് ദിസ് എ നാഷണൽ ഹൈവേ ഓർ എ ബൈപ്പാസ് റോഡ് ഉള്ള ഹൈവേ? ഇത് സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണോ ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണോ? നിങ്ങൾ നോക്കിയേ, നേരെ എത്തിയോ? ഇല്ല, ഇവിടെ എത്തിയപ്പോൾ രണ്ട് വഴി, ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണ്. ഇങ്ങനെ നോക്കിയാൽ ഇവിടുന്ന് വിട്ടത് ഇവിടെ പിന്നെ വഴി ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞ് ഇവിടെ എൻഡ് ചെയ്യണം. ഇത് എൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവിടെ വെച്ച് നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ. സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ, രണ്ട് വഴിയായിട്ട് സ്പ്ലിറ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണ്.
ഇനി ഇതിൻ്റെ മെയിൻ ചെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മുടെ പരിപാടി. മെയിൻ ചെയിൻ എങ്ങനെ മെയിൻ ചെയിൻ കണ്ടുപിടിക്കാം? എടാ, ഒരു കോമ്പൗണ്ടിനകത്തുള്ള നേരെ കാണുന്ന ചെയിൻ അങ്ങ് മെയിൻ ചെയിൻ ആവണമെന്ന് എപ്പോഴും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഒരു കോമ്പൗണ്ടിനകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള ചെയിനാണ് എന്തെന്ന് പറയുന്നത് മെയിൻ ചെയിൻ. സോ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ലോങ്ങസ്റ്റ് കാർബൺ ചെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെയിൻ ചെയിൻ എന്ന് വിളിക്കുക. ലോങ്ങസ്റ്റ് കാർബൺ ചെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെയിൻ ചെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ കേസിൽ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഏതാ? എങ്ങനെ നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുന്നത്? എണ്ണി നോക്കാം. നോക്ക്, 1 2 3 4 5. നമ്മൾ ആദ്യം ഈ വഴി പോയി നോക്കി. ഓക്കെ, രണ്ട് വഴിയുണ്ട് നമുക്കറിയാം. ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോകാം അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാം. നമ്മൾ ആദ്യം ഈ വഴി പോയി നോക്കി. ഈ വഴി പോയി നോക്കിയപ്പോൾ 1 2 3 4 5 5 കാർബണുള്ളൊരു ചെയിനാണ് കിട്ടിയത്. അപ്പോൾ 5 കാർബണുള്ള ചെയിനാണ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ എണ്ണി നോക്കിയപ്പോൾ നമുക്ക് 5 കാർബണുള്ള ഒരു ചെയിനാണ് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത വഴി പോയി നോക്കാം. രണ്ട് വഴി പോയി നോക്കണം. 1 2 3 4 5. എടാ, ഇങ്ങോട്ട് പോയപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? 5 കാർബണുള്ള ചെയിനാണ് കിട്ടിയത്. അപ്പോൾ രണ്ട് വഴി കൂടെ പോയാലും ഒരേപോലെയാണ് ചെയിൻ ഉള്ളത് അല്ലേ? രണ്ട് വഴി കൂടെ പോയാലും 5 കാർബണാണ് കിട്ടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ടിനെയും എന്താക്കി എടുക്കാം? മെയിൻ ചെയിൻ ആക്കി എടുക്കാം. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം ഒരേ സ്ഥലത്ത് എത്തും. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിലാക്കലിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ചെയിനിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാൻ പോവാണ്. നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ, ഇങ്ങനെ എടുക്കാം മെയിൻ ചെയിൻ. ഇതും മെയിൻ ചെയിൻ ആണ്, കാരണം ഇങ്ങനെ എണ്ണിയപ്പോഴും നമുക്ക് 5 കിട്ടിയത്. ഓക്കെ, ഞാൻ നിങ്ങളെ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെയിനെ മെയിൻ ചെയിൻ ആക്കി എടുക്കാൻ പോകണം. ഞാൻ രണ്ട് ചെയിനും എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടിൻ്റെയും പേര് ഒരേപോലെ വരത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു പേര് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? ഐഡന്റിഫൈ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനെ കണ്ടുപിടിക്കുക. മെയിൻ ചെയിൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എണ്ണി നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബ്രാഞ്ച് കോമൺ ആണെങ്കിൽ പോകാൻ വേണ്ടി 2-3 വഴികളൊക്കെ ഉണ്ടാവും. ആ 2-3 വഴി കൂടെ പോയി നോക്കുക. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പോയി നോക്കുക. അങ്ങനെ പോയി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാർബണുള്ള ചെയിൻ ഏതാണോ ആ ചെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെയിൻ ചെയിൻ എന്ന് വിളിക്കുക. ശ്രദ്ധിച്ചേക്കുക. ഇനി ഈ മെയിൻ ചെയിൻ വരച്ച് കഴിഞ്ഞില്ലേ, നമ്മളിപ്പോൾ മെയിൻ ചെയിൻ നമ്മൾ വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ ചെയിൻ്റെ പുറത്ത് വരുന്നവനില്ലേ? മെയിൻ ചെയിൻ്റെ പുറത്ത് ഇവിടെ ആരാ വന്നത്? മെയിൻ ചെയിൻ്റെ പുറത്ത് വന്നതാണ്ട് ഈ CH3 ഗ്രൂപ്പാണ്. മെയിൻ ചെയിൻ്റെ പുറത്ത് വരുന്നവനെയാണ് നമ്മൾ വിളിക്കുന്നത് ബ്രാഞ്ച്. സോ ഈ കേസിൽ ഇതാണെന്ത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. മെയിൻ ചെയിൻ്റെ പുറത്ത് വരുന്നവനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. ഇങ്ങനെ പുറത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ആൽക്കൈൽ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് നോക്കേ, ഇതൊരു ഒറ്റ കോമ്പൗണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന്. എടാ, നമ്മൾ നേരത്തെ ആൽക്കെയിൻ പഠിച്ചു, ആൽക്കീൻ പഠിച്ചു, ആൽക്കൈൻ പഠിച്ചു. ഇവിടെ എന്താ എക്സ്ട്രാ വന്നത്? ഐല്, ആൽക്കൈല് അല്ലെ? ആൽക്കൈല്. സോ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ പേര് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു ഐല് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഐൽ എന്ത് ചേർക്കണം? ഐൽ എന്ന് ചേർക്കണം. എന്താ ഇവിടെ വന്ന്? ഇവിടെ നോക്കിക്കാം. ഇവിടെ നമുക്ക് ബ്രാഞ്ചായിട്ട് വന്ന ആൽക്കൈ ഗ്രൂപ്പിൽ എത്ര കാർബണാണ് ഉള്ളത്? ഒരേ ഒരു കാർബൺ അല്ലേ ഉള്ളൂ? ഒരേ ഒരാച്ച. അപ്പോൾ ഒരേ ഒരു കാർബൺ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പ്. എന്താണ് ഈ ഒരു വര എന്തിനാ ഇട്ടേക്കുന്നത്? ഇതൊരു ഫിറ്റിംഗ് ആണ്. ഈ സാധനം നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കുത്തിക്കയറ്റാം. മനസ്സിലായോ? ഈ ഒരു ബോണ്ടിനെ ഈ ഒരു കുത്തിക്കയറ്റിലാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുത്തിക്കിട്ടിരിക്കുന്നത്. കണ്ടോ? ഓക്കെ, സോ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബാക്കിയുണ്ട്. ഓക്കെ, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്. ഓക്കെ, സോ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി ഇതിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബണല്ലേ ഉള്ളൂ. ഒരു കാർബൺ എന്ന് പറയുമ്പോൾ മെത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒരു ഐല് ചേർക്കുക. മീതൈൽ എന്ത് വായിക്കും? മീതൈൽ എന്ന് വായിക്കും. ഇനി ആൽക്കൈൽ ഗ്രൂപ്പ്, വേറെ ആൽക്കൈൽ ഗ്രൂപ്പ് ഞാൻ കാണിച്ചു തരാം. CH2 CH3. 2 കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പ്. എങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പ് വരയ്ക്കുന്നത് നോക്കേ? 2 കാർബൺ. ഓക്കെ, ഇവിടെ 2 ബോണ്ട് പോയി ബാക്കി CH2, 1 ബോണ്ട് പോയി ബാക്കി CH3. ഇങ്ങനെ 2 കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? 2 കാർബൺ നമ്മൾ എത്തെന്ന് വിളിക്കും. എത്തിൻ്റെ കൂടെ ഐല് ചേർക്കാം. ഈതൈൽ എന്ത് വിളിക്കും? ഈതൈൽ. 3 കാർബൺ ഉണ്ടെങ്കിലോടാ? 3 കാർബൺ ഉണ്ടെങ്കിലോ? CH2 CH3. ഇതിൻ്റെ പേരെന്താ? പ്രൊപ്പൈൽ. ഇപ്പം 4 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? നിങ്ങൾ കണ്ടുപിടിക്കും. 4 കാർബണിൻ്റെ കോമ്പൗണ്ട് നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, വരയ്ക്കുക. 4 കാർബൺ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, 4 കാർബണിൻ്റെ കോമ്പൗണ്ട് പേര് നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ആരാ?
ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇതാ യവനാണ്. യവൻ എത്ര കാർബൺ ഉണ്ട്? ഒരേ ഒരു കാർബൺ. ഒരേ ഒരു കാർബണുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ എന്ത് വിളിക്കും? മീഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ, ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്.